നമസ്കാരം. ശശി തരൂരിനെ മുഖ്യമന്ത്രിയാകാൻ സർവേ ക്ഷണിച്ചു, വിളിച്ചു, ഇരുത്തി, സൽക്കരിച്ചു, ഇലയിട്ടു, പായിട്ടു എന്നൊക്കെ ഉള്ള വാദം പൊളിഞ്ഞ് പാളീസാകും. ഇതൊക്കെ ആധികാരികത പരിശോധിക്കാതെ പൊക്കിപ്പിടിച്ചുകൊണ്ടുവന്ന തരൂരിന് ഒന്നുകിൽ കുറച്ചെങ്കിലും ബോധം വേണം, അല്ലെങ്കിൽ പെറ്റ കാളയ്ക്ക് ബേബി സോപ്പും പൗഡറും ഒക്കെ വാങ്ങിക്കാൻ പോകാൻ തിരക്കു പിടിച്ച കോൺഗ്രസിലെ ഏമാന്മാർക്ക് കുറച്ചെങ്കിലും ബോധം വേണം. ബോധമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ ആണെന്നും പറഞ്ഞ് ഖദറുമിട്ടു നടക്കുമോ എന്ന് ചോദിക്കരുത്, കാര്യമില്ല. കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത തനിക്കാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു സർവേ ഫലം പങ്കുവച്ചത്. അതിനു പിന്നാലെ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾ ഇവിടെ ആറ്റുനോറ്റു കാത്തിരിക്കുമ്പോൾ അങ്ങനെ കുളം കലക്കി തരൂർ മുഖ്യനാവേണ്ട എന്നുള്ള വാദപ്രതിവാദങ്ങളുമായി കോൺഗ്രസിലെ തലതൊട്ടപ്പന്മാർ വരെ എത്തി. ഇനിയും ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകത്തിനെ ചൊല്ലിയാണ് ഈ തർക്കമെന്ന് ഓർക്കുമ്പോഴാണ് മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നത്. തമ്മിൽ തല്ലാൻ കാര്യം കിട്ടാൻ നടക്കുന്നവരെ വെച്ച് ഇതൊക്കെ നിസ്സാരം. പക്ഷേ ഈ സർവേ ഫലം പുറത്തിറങ്ങുന്നതിന്റെ ആധികാരികത ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? ആര്, എന്തിന്, എപ്പോൾ, എങ്ങനെ, ആരെക്കൊണ്ട് സർവേ നടത്തി എന്നെങ്കിലും കുറഞ്ഞ പക്ഷം അറിയണ്ടേ? അത്തരം കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്താണ് സർവേയുടെ നിജസ്ഥിതി എന്ന് നമുക്കും നോക്കാം. മര്യാദയ്ക്കൊരു വെബ്സൈറ്റ് പോലും ഇല്ലാത്ത വോട്ട് വൈബ് എന്ന കമ്പനിയാണ് ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാണിച്ചത്. സർവേയിലെ അബദ്ധങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ആരായിരിക്കണം UDFന്റെ മുഖ്യമന്ത്രി മുഖം എന്നായിരുന്നു തരൂർ പങ്കുവച്ച പോസ്റ്റിലെ ചോദ്യം. ശശി തരൂർ, സണ്ണി ജോസഫ്, VD സതീശൻ, KC വേണുഗോപാൽ, AK ആന്റണി, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. അതിലാണ് തരൂരിന് ഫസ്റ്റ് പ്രൈസും ട്രോഫിയും കിട്ടിയത്. തരൂരിന് മൊത്തം വോട്ട് 28.3%. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന VD സതീശൻ കേവലം 15.4% വോട്ട് മാത്രമാണ് നേടിയത്. പക്ഷേ അഭിപ്രായമില്ലാത്ത 27.1% ആൾക്കാരെ കൂടി കൂട്ടി വന്നാൽ ആകെ മൊത്തം 100ന് 100.2% കിട്ടും വോട്ടിംഗ്. തരൂരിന് ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടിയപ്പോൾ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് അറിയാതെ പോയതാണോ എന്നറിയില്ല. അതായത് 1000 ആളെ സർവേ നടത്തിയാൽ 2 പുതിയ ആൾക്കാരെ സർവേ കമ്പനി പുറത്തുനിന്നും എടുക്കേണ്ടി വരുമെന്ന് സാരം. ഇനി അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു യു ഹൂ ഷുഡ് ബി ദ CM ഫേസ് ഓഫ് UDF ഫ്രം കേരള എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ മൊത്തം കസേരയിട്ടിരിക്കുന്നത് പിണറായി ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. പിണറായി പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹം UDFൽ ചേർന്നെന്ന്. സർവേ എഴുതിയ ആൾക്ക് UDFും LDFും ഏതെന്ന് തന്നെ തിരിഞ്ഞിട്ടില്ല ഇതുവരെ. ചോദ്യത്തിന് നൽകിയ ഓപ്ഷൻ KK ശൈലജ, പിണറായി വിജയൻ, ഗോവിന്ദൻ എന്നിവർ ഒക്കെയാണ്. ഗോവിന്ദന്റെ പേര് MV ഗോവിന്ദൻ അല്ല, ഏതോ ഒരു M ഗോവിന്ദൻ എന്നിങ്ങനെയാണ്. ഇതും മൊത്തം കൂട്ടി വരുമ്പോൾ പിന്നെയും കണക്കു തെറ്റി. മൊത്തം 99.9% വരുന്നത്. അടുത്തത് ജെൻഡർ വൈസ് റിസൾട്ട്. LDF 27%, UDFന് 39%, NDAക്ക് 21%, മറ്റുള്ളവർ 4%, അഭിപ്രായമില്ലാത്ത 7% ഉൾപ്പെടെ കൂട്ടി കിഴിച്ചു വന്നപ്പോൾ കണക്ക് മൊത്തം 101%. സ്ത്രീകളുടെ ആകെ കണക്ക് 99%. പെണ്ണുങ്ങൾ ഒരാൾ മിസ്സായത് ആണുങ്ങളിൽ ഒന്ന് കൂടിയതിൽ നിന്നും എടുക്കാം. ജെൻഡർ ഇക്വാലിറ്റിക്ക് ഈ സർവേ ഗുണം ചെയ്യുമെന്ന് അങ്ങനെ ആശ്വസിക്കാം. ചുമ്മാ കസേരയിൽ കുത്തിയിരുന്ന് പുകച്ചുരുൾ വട്ടത്തിൽ എഴുതിയ സർവേ ആണ് ഇതെന്നതിൽ സംശയമില്ല. എന്നാലും മിനിമം കണക്കെങ്കിലും ഉറപ്പുവരുത്തിക്കൊണ്ട് വേണ്ടേ സർവേ തട്ടിക്കൂട്ടാൻ? തന്നെപ്പറ്റി ആരോ പൊക്കിയടിച്ചത് കൊണ്ടാണ് ഈ പോസ്റ്റ് തരൂർ സാർ ഷെയർ ചെയ്തതെന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ അബദ്ധങ്ങളുടെ ഘോഷയാത്രയായ ഇങ്ങനെ ഒരു സർവേ ലോകം ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുന്ന ഒരാൾ ഷെയർ ചെയ്യില്ലല്ലോ. പക്ഷേ മിനിമം ഒരു PDF ഫയലിലുള്ള നിസ്സാര കാര്യം നോക്കി വസ്തുത മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് അമേരിക്കയിലൊക്കെ പോയി സങ്കീർണമായ മല മറിക്കുമെന്ന് വാദിക്കുന്നതെന്നറിയില്ല. വെറുതെ അല്ല തരൂർ പോകുന്നതിന്റെ പിറകെ ഡൊണാൾഡ് ട്രംപ് പാക് സൈനിക മേധാവിയെ വിളിച്ച് സൽക്കരിച്ചത്. എന്നാലും എന്റെ തരൂരെ, പ്രലോഭനങ്ങളിൽ നിങ്ങളെപ്പോലെ പഠിപ്പും വിവരവും ഇംഗ്ലീഷും ഒക്കെ അറിയാവുന്ന ഒരാൾ ഇങ്ങനെ വീണുപോകാമോ?